രാത്രിയത്തെ തൊഴിൽ ഡാറ്റയ്ക്ക് ശേഷം സ്വർണ്ണ വിപണി പൊട്ടിത്തകരുന്ന കാഴ്ചയാണ് കാണുന്നത്. ഈ ചാനലിലൂടെ എന്തെങ്കിലും വിളിച്ചു പറയുകയല്ല, അതേസമയം എക്കണോമിക് നോക്കി കൃത്യമായ നിലവാരം വിലയിരുത്തി തന്നെയാണ് നിങ്ങളോട് സ്വർണ്ണവില പറയുന്നത്. അതേസമയം തമ്നേലിൽ വരുന്ന കൊടുക്കലുകൾ കൊണ്ട് എന്നെ തെറിപിടിച്ചത് കൊണ്ട് കാര്യമില്ല. കാരണം തമ്നേൽ വെച്ചാലേ എന്ത് ചെയ്യൂ, ഈ വീഡിയോ ഓടുകയുള്ളൂ. കാരണം പോസിറ്റീവിന് ഇപ്പോൾ പബ്ലിസിറ്റി ഇല്ല, നെഗറ്റീവിനാണ് പബ്ലിസിറ്റി. എന്ത് തന്നെയായാലും ടുഡേ ഗോൾഡ് റേറ്റിൻ്റെ ഉള്ളടക്കം കൃത്യമായിരിക്കും. ഔൺസ് ഡോളറിൻ്റെ കണക്ക് ഇന്ന് രാവിലെ 2459 ആണെങ്കിൽ മീറ്റിംഗ് തുടങ്ങുമ്പോൾ 2477 കുതിച്ചുയരുകയായിരുന്നു. എന്നാൽ മീറ്റിംഗിന് ശേഷം ഇപ്പോൾ 8:30 ശരിക്കും തകർന്നു എന്ന് തന്നെ പറയാം. രാജ്യാന്തര വിപണി ഔൺസിന് 2433 കൂപ്പുകുത്തിയിരിക്കുകയാണ്. ഇന്ത്യൻ മാർക്കറ്റ് MCX 70,965 ഉയർന്നിരുന്നത് ഇപ്പോൾ 8:30 69,804 ഇടിഞ്ഞിരിക്കുകയാണ്. സ്വർണ്ണവില നാളെ ഒരു പവന് 1000 രൂപയുടെ കുറവ് വരെ നേരിട്ടേക്കാം. സെപ്റ്റംബർ മാസത്തോടുകൂടി ഫെഡറൽ റിസർവ് പലിശ നിരക്ക് കുറക്കുമെന്നുള്ള ഒരു പ്രഖ്യാപനത്തിൻ്റെ സൂചനയായിരുന്നു സ്വർണ്ണവില ഇന്നലെകളിൽ കുതിച്ചിരുന്നത്. എന്നാൽ തൊഴിൽ ഡാറ്റയിൽ എന്താണ് പറഞ്ഞതെന്നറിയില്ല. തൊഴിൽ ഡാറ്റയ്ക്ക് ശേഷം അമേരിക്കൻ മാർക്കറ്റ് ഓപ്പൺ ചെയ്തപ്പോൾ അതിശക്തമായ രീതിയിലുള്ള ഇടിവാണ് രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. സ്വർണ്ണവില ഇന്ന് ഒരു പവന് 240 രൂപ കൂടി 51,840 വ്യാപാരം നടന്നത്. 24K തങ്കം വിലയിലും അതിശക്തമായ രീതിയിലുള്ള ഇടിവ് രേഖപ്പെടുത്തി. 7,225 വരെ ഉയർന്നിരുന്നത് ഇപ്പോൾ 8:30 7,190 എത്തി നിൽക്കുകയാണ്. 9 months ഗോൾഡ് വിൽക്കുന്നവർക്ക് ഇപ്പോൾ ഏകദേശം ബോർഡർ റേറ്റ് തന്നെ കിട്ടിക്കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. വെള്ളി വിലയിൽ ഇന്നും മാറ്റമില്ല. ഗ്രാമിന് 90, 10 ഗ്രാമിന് 900 തുടരുകയാണ്. കൃത്യമായി നേരത്തെയും സ്വർണ്ണവില അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു.